ഏഴ് മണിക്ക് തുടങ്ങിയ കുക്കിങ്. അപ്പോൾ നോക്കിയപ്പോൾ പാരഗണിൽ അത്യാവശ്യം നല്ല ഫുഡുള്ളേ. അതെന്തായാലും 60 മിനിറ്റ് എടുക്കും. ഇപ്പോൾ ഇതാ 7:50 നമ്മൾ പാരഗണിലെ ഫുഡ് എത്തുന്ന ടൈം കൊണ്ട് നമ്മൾ ചോറ്, മരിച്ചീന്, 2 കൂട്ടം ഉപ്പേരി, മീൻകറി, മീൻ പൊരിച്ചത് ഒക്കെ ആക്കി. അതാണ് മിടുക്കുള്ള പെൺകുട്ടികൾ. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം, ഫുഡ് കഴിക്കണം, കുറച്ച് നേരം ക്ലാസ്സിലിരിക്കണം, അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ ചെയ്യണം, അത് കഴിഞ്ഞ ശേഷം നിങ്ങളോട് കുറച്ച് മിണ്ടിയും പറയണം, പിന്നെ ചാച്ചണം. അതൊന്നും അത്ര ആയിട്ടൊന്നും കിട്ടത്തില്ല. അത് ഇത് കട്ട് ചെയ്തതിൻ്റെ ബാക്കിയാണ്. പൊന്ന് തലനിറയെ എണ്ണയൊക്കെ തേച്ച് വെച്ച് രാവിലെ നമ്മൾ ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. ഒന്നുമില്ല, ഹോട്ട് ഓയിൽ മസാജ്. അത് കഴിഞ്ഞിട്ട് ഇതിവിടെ നമ്മൾക്ക് കമ്പനി തന്നതാണ്. അതെല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടാണ് വേറെ ഇതാക്കിയത്. ഇവിടെയൊക്കെ അടിച്ച് വാരി പൊന്നു ഒന്ന് സേവന ദിനത്തിലാണ്. ഇതൊക്കെ നമ്മളെ ബാലൻസ് വന്ന സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ വല്ലപ്പോഴും ഇതൊക്കെ ചെയ്താലേ വീട് വൃത്തിയായിട്ട് കിടക്കുള്ളൂ. അതുകൊണ്ട് എന്നും ഇതൊക്കെ ചെയ്യണം. എന്തിനാണ് വീട്ടിൽ കുട്ടികളുള്ളത്? ഇതൊക്കെ ചെയ്യാനാണ്. ഇത് നമ്മൾ കാർപ്പറ്റ് വാങ്ങി വെച്ചിരിക്കുന്ന, സോഫ വാങ്ങിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ലൂവേഴ്സ് ഞാൻ വാങ്ങിയതിൻ്റെ ബാക്കിയാണ്, കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ളതാ. രാവിലെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ ലഞ്ചും ഒന്നും കഴിച്ചിട്ടില്ല. എന്നാൽ വിരേചനത്തിൻ്റെ ടാബ്ലറ്റ് കഴിച്ചത് കാരണം വിശപ്പേ ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഒന്നും വേണ്ട. സൊമാറ്റോയിൽ നോക്കിയപ്പോൾ എന്നാൽ പിന്നെ ചോറ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറ് കുക്കറിൽ അങ്ങോട്ട് ഇട്ടു. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ കഥ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ അമ്മ അപ്പോഴത്തേക്ക് ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. കത്രിക്കയും എഡിറ്റിങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയിൽ വിശന്നപ്പോഴത്തേക്കും ഇത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. ഇത് സവാളയും കത്രിക്കയും ബ്രിഞ്ചാളും പൊട്ടറ്റോയും കൂടി മെഴുക്ക് പുരട്ടിയാണ്. വേറെ മസാലയൊന്നും ഇട്ടിട്ടില്ല. അച്ചിങ്ങ, വലിയ പയറില്ലേ, അതും ഒരു ഉപ്പേരി. ഇതൊക്കെ നമ്മളെ സിവിൽ പാത്രങ്ങളായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിലൊന്നും കാണിക്കാത്തത്. ആവിയിൽ വേവിച്ച് ഒരു തുള്ളി എണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ വെന്തു. 2 വിസിലടുപ്പിച്ച് അപ്പം വെള്ളം കുറച്ചുകൂടി ഇതാകുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒരു ചെറിയൊരു വിസിലും കൂടി അടുപ്പിക്കും. ഫ്രിഡ്ജ് വെച്ചിരുന്ന മീൻ കുഞ്ഞുങ്ങളെ എടുത്ത് പുറത്തോട്ട് വെള്ളത്തിലിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ കഴുകിയപ്പോഴത്തേക്കും എൻ്റെ ഐസ് പോയി. പിന്നെ മസാല ഇട്ട് വെച്ചിരിക്കുക, എന്നോ മസാല ഇട്ട് വെച്ചിരുന്ന അയലക്കുഞ്ഞുങ്ങൾ അതായിരിക്കുന്നത്. ഫ്രിഡ്ജിലിരുന്ന പല സാധനങ്ങൾക്ക് മോചനം ആയപ്പോഴത്തേക്കും പാത്രങ്ങളൊക്കെ കാലിയായി. അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. തേങ്ങ അരച്ച് കറി വയ്ക്കുന്ന ആദ്യം വിചാരിച്ചത്. എന്നാൽ പിന്നെ മുളകിടാല്ലേ. അങ്ങനെ മീൻകറിക്കുള്ളത് പാത്രം അടുപ്പിൽ വെച്ചു. എല്ലാം ചടപടേ. ഇത് കണ്ടം തുണ്ടമ്മനെ വെട്ടി മുറിച്ചിട്ട് തക്കാളിയും ലേശം ഇഞ്ചിയും കൂടെ ചതച്ചപ്പോൾ കറിവേപ്പിലേക്കും കൂടെ ആയപ്പോഴത്തേക്കും കറിക്ക് അത്യാവശ്യമുള്ള ചേരുവകളെല്ലാം ആയി. എല്ലാവരും ചോറും തിന്ന് ലഞ്ചും കഴിച്ച് ഡിന്നറും കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഉറക്കമായിട്ടുണ്ടാവും ഒരിക്കലേ. നമ്മളപ്പോഴാണിത് കുക്കിംഗ് ഒരു പ്രത്യേക തരം ജീവിതം. ഐസൊന്നും പോയിട്ടില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പൊരിച്ചാകം വേവൂലല്ലേ. എന്നാലും പൊരിക്കാം, അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. എന്ത് കെട്ടണ സാധനം? അത് കിട്ടിയില്ലാന്ന് തോന്നണ്. അല്ല, കട്ടന്റെ നോക്കട്ടെ. കുറച്ച് പുളിയും പിഴിഞ്ഞിങ്ങനെ ഒഴിച്ചിട്ട് മസാലയും നല്ല തിളച്ച കറി അതിലോട്ട് മീൻകുട്ടികളെയും കൂടെ വാരി ഇട്ടപ്പോൾ മീൻ നല്ല തിളച്ചു. അപ്പോഴത്തേക്കും പൊരിക്കാനുള്ള ഐസ് കെട്ട പോയൊന്നുമില്ല ഗേസ്. പക്ഷെ ഞാൻ എടുത്തങ്ങ് ഇട്ടു, അല്ലെങ്കിൽ ഇന്ന് സമയത്തും കാലത്തും ആവൂല. ഇനിയിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഇതിനിപ്പോൾ അകം വേവാൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അടച്ചു വയ്ക്കാൻ അവിടെ നിന്ന് ഉത്തരവ് വന്നു. തീ കുറച്ചിട്ട് അടച്ചു വയ്ക്കൽ. എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് ഞാനും ഒരു 5-6 കഷ്ണം ബീഫിൻ്റെ പീസായിരുന്നു. അതിനിപ്പോൾ ആവശ്യമില്ല. ആദ്യം ചെറിയ ഒരു 100-300 ഗ്രാമിന് വേണ്ടിയിട്ട് ചെറിയ ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം റെസിൻ ആർട്ടിൻ്റെ പ്രാക്ടിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയുമില്ല. പൊളിക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കറി. നല്ല കപ്പയും കൂടെ വേണ്ടിയിരുന്നു. അടിപൊളിതാ. ഇത് വറ്റി നല്ല ഇങ്ങനെ പറ്റിച്ചൊക്കെ കഴിക്കുമെന്ന് പറയില്ലേ, അതുപോലെ നല്ല വറ്റി വന്നു. ലേശം കപ്പയും കൂടെ വേണ്ടിയിരുന്നു.
അടിപൊളി തന്നെ. നമ്മളെ ബോസ് പറഞ്ഞ കണക്ക് തന്നെ ഇതാ ചെറിയ തീയിൽ ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചു. ചോറും ദാ ഊറ്റി. ഗൈസ് പൊരിച്ചമീനായി. ചോറ് അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ കൈയോടുകൂടി കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ബുദ്ധിമുട്ടില്ല. പിന്നെ അതിനായിട്ടൊന്നും മെനക്കെടണ്ട. നമ്മളിവിടെ അങ്ങനെ ചെയ്യല്ലേ. പാത്രങ്ങൾ അപ്പോഴപ്പോഴുള്ളത് അപ്പോഴപ്പോഴും കഴുകി വയ്ക്കും. ദേ ഇതുപോലെ ആപ്രോൺ കെട്ടിയില്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. ഇത്രയും ഭാഗം ഇങ്ങനെ നനഞ്ഞു ആകെ കംപ്ലൈന്റ് ആയി പോയതിന്റെ ബാക്കി ഒരു ലേശം കപ്പ് കിട്ടി. എന്തൊരു കുഴപ്പമില്ല. ഫുള്ള് കഴിഞ്ഞു കേട്ടോ. ഫുള്ള് കേടായി പോയതിന്റെ ബാലൻസ് ഒരിത്തിരി കിട്ടിയത്. ആകെ 4, 3, 7 കഷ്ണേ ഉള്ളത്. വേവോന്നറിയില്ല. കോതി വന്നാ എന്താ ചെയ്യുക? സൊമാറ്റോന്നോ സ്വിഗ്ഗിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒരു കഴിഞ്ഞൊരു 10 വർഷമായിട്ട് തുടങ്ങിയതാട്ടോ ഇമാതിരിയുള്ള അസുഖമൊക്കെ. ഈ സ്വന്തമായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് ഇങ്ങനെ പ്രായമായി പറഞ്ഞതിൻ്റെ ഇരിക്കല്ലേ. പിന്നല്ലേന്ന് അയ്യോടാ. മുടി വെട്ടാറായി. കുറേ വെട്ടാറായി. ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഫാമിലി ഫുഡ് വേണ്ടാന്ന്. ഞാനും കഴിഞ്ഞൊരു 10 വർഷത്തിന് മുമ്പ് ഹോട്ടൽ ഫുഡ് തന്നെയായിരുന്നു സ്ഥിരം. അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി പോയിട്ടൊരു കുളി പാസ്സാക്കണം. കുളിച്ചിട്ട് വന്നിട്ട് കുറച്ച് നേരം നിങ്ങളോടൊന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നിട്ട് എനിക്ക് ക്ലാസ് ഉണ്ട്. ഇതെന്തിനാണ് ഞാൻ വെച്ചിരിക്കണമെന്ന് ആലോചിക്കണം. അത് നേരത്തെ എപ്പോഴോ എടുത്ത് വെച്ചതാ. അത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഇരിക്കും. വെച്ചില്ലേ വയ്ക്കൂല. ഇതാണ്. അപ്പം അയ്യോ ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ടാണ്. ഇത് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരും. ഇതിന് തീയുടെ മുമ്പിൽ നിന്നിട്ട് വരുമ്പോഴത്തേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് പഴുത്തിട്ട് അങ്ങനെ വരുന്നത്. തീയുടെ മുമ്പിൽ നിന്നിട്ട് വന്നു കഴിഞ്ഞാൽ അയ്യോ കുറച്ച് തലയിൽ നല്ല വെള്ളം ഒഴിക്കുമ്പോഴേ ഇതാവോളും. പോയിട്ടെ. അപ്പോൾ പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ.